അവഞ്ചേഴ്സ് സീക്രട്ട് വാറോടുകൂടി മൾട്ടിവേഴ്സ് സാഗ എൻഡ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു സാഗ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് മ്യൂട്ടൻസ് സാഗയാണെന്ന് മാർവൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മ്യൂട്ടൻസ് സാഗയാണെന്നുണ്ടെങ്കിൽ എക്സ്മെൻ ഇല്ലാതെ എന്ത് മ്യൂട്ടൻസ് സാഗ, എക്സ്മെൻ ആയിരിക്കും മ്യൂട്ടൻസ് സാഗ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ഒരു ഫേസ് മൊത്തത്തിൽ ലീഡ് ചെയ്യുന്നത് എക്സ്മെൻ ആയിരിക്കും. അപ്പം ഫോക്സ് പണ്ട് കാസ്റ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എക്സ്മെനിലെ ക്യാരക്ടേഴ്സ്, അപ്പം അവരെയൊക്കെ വീണ്ടും കൊണ്ടുവരുമോ അല്ലെങ്കിൽ റീകാസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഓൾറെഡി ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാർവലിൽ. അപ്പം അതിനി അവർ കളയില്ല, കാരണം അത് ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ലെജൻഡറി ക്യാരക്ടറാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഗംഭീര ക്യാരക്ടറാണ്. അപ്പം ഇപ്പം ആ ഒരു നിക്കോളാസ് ഹോൾട്ട് ഉണ്ടല്ലോ, ബീസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറുകളെ, പുള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബീസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇനി മാർവലിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ അടുത്ത് ഇതുവരെ മാർവൽ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എന്താണെങ്കിലും അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ റീകാസ്റ്റ് ചെയ്യും എന്നാണ്. കാരണം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോറിനെ അവർ റീകാസ്റ്റ് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ഇനി വരാനായിട്ട് പോകുന്ന മ്യൂട്ടൻസ് സാഗയിലും ഈ ഒരു എക്സ്മാനെ അവർ റീകാസ്റ്റ് ചെയ്യും. വൂൾവറിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഹ്യൂ ജാക്ക്മാൻ തന്നെ ചെയ്യും. അങ്ങനെ പോകാനായിട്ടാണ്, അങ്ങനെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ് ഞാൻ പറഞ്ഞത്. കാരണം മാർവൽ മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ചു പണി, അതായത് പഴയ സാധനങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പുതിയ സ്റ്റോറിയാണ്, പുതിയ ടൈം ലൈനാണ്. അതുകൊണ്ട് തന്നെ പുതിയ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ പുതിയ ആക്ടേഴ്സിനെ കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്. ഹ്യൂ ജാക്ക്മാൻ മാറില്ല, അതെനിക്കറിയാം എന്തായാലും.